السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന വിഷയവും 10ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സാമ്പത്തിക വിഷയത്തിൽ ഇന്ന് ബഹുഭൂരിഭാഗം ആളുകളും പെട്ടുപോകുന്ന ഏറ്റവും വലിയ അപകടമായ പലിശയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഗൗരവവും ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജാഅഹു അഅറാബിയുൻ ഫഖാല മത്തസ്സാഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുന്ന ആ സദസ്സിലേക്ക് ഒരു അഅറാബിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ, എപ്പോഴാണ് അന്ത്യസമയം, എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക എന്നൊരു അഅറാബിയായ മനുഷ്യൻ ആ സദസ്സിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഫമലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കേട്ടപ്പോൾ ഫഖാല ബഅദുൽ ഖൗം സമിഅ മാ ഖാല ഫകരിഹ മാ ഖാല വഖാല ബഅദുഹും ബൽ ലം യസ്മഅ.
ആ അഅറാബിയുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയാതെ തന്റെ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദ്യം കേട്ടിട്ടില്ല. അത് കേട്ടപ്പോ മറ്റു ചില ആളുകൾ പറഞ്ഞു, അല്ല കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ചോദ്യം ഇഷ്ടമായിട്ടില്ല. ഇങ്ങനെ സ്വഹാബത്തിനിടയിൽ സംസാരമായി. ആ സമയത്ത് ഹത്താ ഇദാ ഖളാ ഹദീസഹു ഖാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ആ സംസാരം അവസാനിച്ച സമയത്ത് ചോദിക്കുകയാണ്, ഐന സായിലു അൻസാ, എവിടെ? അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ച മനുഷ്യൻ എവിടെ? എപ്പോഴാണ് അന്ത്യദിനം എന്ന് ചോദിച്ച മനുഷ്യനുണ്ടല്ലോ, അയാൾ എവിടെ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, ഹാ അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാനിതാ ഇവിടെയുണ്ട്. ചോദിച്ചത് എപ്പോഴാണ് അന്ത്യദിനമെന്ന്. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകുകയാണ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ദുയ്യഅത്തിൽ അമാന ഫന്തദിർ സാഅ, അമാനത്ത് നഷ്ടപ്പെടുന്ന ഒരു കാലം വന്നാൽ, അമാനത്ത് ഇല്ലാതാകുന്ന ഒരു കാലം നീ കണ്ടാൽ, ഫന്തദിർ സാഅ, അന്ന് ഖിയാമത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അമാനത്ത്, ഉത്തരവാദിത്വം, വിശ്വസ്തത നഷ്ടസഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അമാനത്തി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, ഉത്തരവാദിത്വം. അമാനത്തി എന്നും അനാമത്തി എന്നൊക്കെ ആ പദങ്ങൾ പറയും. വിശ്വസ്തത, ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം ഒരു പക്ഷേ മറ്റുള്ളവരാൽ ഏൽപ്പിക്കപ്പെട്ടതാവാം, അല്ലെങ്കിൽ സ്വയം ഏറ്റെടുത്തതാവാം. മറ്റുള്ളവർ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കാര്യത്തിൽ നാം സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്വമാകാം. ഇത് രണ്ടായിരുന്നാലും ശരി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ വീഴ്ച വരാതെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. ആ അമാനത്ത് അല്ലാഹുവും മനുഷ്യരും തമ്മിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും തമ്മിലുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ട് അമാനത്ത്. ഭാര്യയും ഭർത്താവും തമ്മിലുണ്ട് അമാനത്ത്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ട്. ഭരണാധികാരികളും ഭരണീയരും തമ്മിലുണ്ട്. ഡോക്ടറും രോഗിയും തമ്മിലുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും പരസ്പരം മനുഷ്യന്മാർക്കിടയിൽ നിലനിൽക്കേണ്ട, അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒന്നാണ് അമാനത്ത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ സൂക്ഷ്മതയോടുകൂടി ഏറ്റെടുക്കപ്പെട്ടാൽ, ഏൽപ്പിക്കപ്പെട്ടാൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അമാനത്ത്. കാരണം വിശ്വസ്തതയും ഉത്തരവാദിത്വ ബോധവും എന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പ്രകടമായി കാണണം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പ്രകടമായി കാണണം. അത് മറ്റുള്ളവർ കാണാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിരിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം വിശ്വാസി എന്ന ദറജയിലേക്ക് എത്തുകയുള്ളൂ. ആരാണ് വിശ്വാസികൾ? ഏറ്റവും ദറജ കൂടിയ വിശ്വാസികൾ ആരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു ഇതാ ഏതാണ് സത്യവിശ്വാസികൾ, ആ വിശ്വാസികളായ ആളുകൾ വിജയിക്കാനുണ്ടായ കാരണം എന്താ? അല്ലാഹുവിന്റെ വാചകം, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവരതാ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, അവരുടെ കരാറതാ കൃത്യമായി നിറവേറ്റുന്നവരാണ്, അമാനത്ത് കൃത്യമായി പാലിക്കുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാന ലഹു, അമാനത്തില്ലാത്തവന് വിശ്വാസമില്ല. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, കരാർ പാലിക്കാത്തവന് ദീനുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ ഏതുപോലെ നാം കാത്തു സൂക്ഷിക്കുന്നുവോ അതുപോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് അമാനത്ത്. ഇനിയും അതാ അല്ലാഹുവിന്റെ വാചകം, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ,
മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിതാ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. എന്താണ് ആ കൽപ്പന എന്ന് അറിയുമോ? അൻതു അദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഹദീസിലും കാണാൻ കഴിയുകയാണ്. ചുരുക്കത്തിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അതാ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമാനത്ത് ഏറ്റെടുത്തവരോ ഏൽപ്പിക്കപ്പെട്ടവരോ ആണ്. അക്കൂട്ടത്തിൽ ഒന്നാമത്തെ അമാനത്ത് അള്ളാഹുവിങ്കൽ നിന്നുള്ള അമാനത്താണ്. മനുഷ്യരെ, നിങ്ങൾ ഏറ്റെടുത്ത അമാനത്തിൽ ഒന്നാമത്തെ അമാനത്ത് അള്ളാഹുവിങ്കൽ നിന്നുള്ള അമാനത്താണ്. ഖുർആൻ ആ കാര്യം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്നാ അറമുൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ. തീർച്ചയായും അള്ളാഹുവിന്റെ വാചകമാണ്. നമ്മിൽ നിന്നുള്ള അമാനത്തതാ ഞാനിതാ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു ആരോട്? ഇന്നാ അറമുൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ. ഭൂമിയോടും പർവ്വതങ്ങളോടും ആകാശങ്ങളോടും അല്ല ഇതാ അമാനത്ത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്തിതാ മനുഷ്യരെക്കാളും ശക്തിയുള്ള, മനുഷ്യരെക്കാളും ബലമുള്ള ആകാശമുണ്ടല്ലോ, മനുഷ്യരെക്കാളും വലുപ്പമുള്ള പർവ്വതങ്ങളുണ്ടല്ലോ, മനുഷ്യരെക്കാളും ശക്തിയുള്ള ഭൂമിയുണ്ടല്ലോ. ആ വിശാലമായ ഭൂമിയും ആ ബലമുള്ള പർവ്വതങ്ങളും ആ ഏറ്റവും വലിയ ആകാശങ്ങളും അതാ അല്ല അമാനത്തങ്ങൾ പ്രദർശിപ്പിച്ചപ്പോ, അല്ല അമാനത്തങ്ങൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ അവരങ്ങ് വിസമ്മതിക്കുകയാണ്. എന്തിന്? അല്ല ഏറ്റെടുക്കാൻ പറഞ്ഞ അമാനത്ത് ഏറ്റെടുക്കാൻ അവർ വിസമ്മതിക്കുകയാണ്. കാരണം അവർ പേടിച്ചുപോയി. അള്ളോരെ അമാനത്ത് ഏൽപ്പിച്ചപ്പോ ആ അമാനത്ത് ഏറ്റെടുക്കാൻ ഇതാ ആ അമാനത്തിലെങ്ങാനും വീഴ്ച വരുത്തിയാൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന ചിന്ത, ആ ഒരു പേടിയതാ പർവ്വതത്തെ മാറ്റി നിർത്തുകയാണ്. പർവ്വതം അമാനത്ത് ഏറ്റെടുത്തില്ല, ഭൂമി അമാനത്ത് ഏറ്റെടുത്തില്ല, അതുപോലെ തന്നെ ആകാശങ്ങളും അതാ അമാനത്ത് ഏറ്റെടുക്കുന്നില്ല. എന്നാൽ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനിതാ അമാനത്ത് ഏറ്റെടുക്കുകയാണ്. ഏതമാനത്ത്? പർവ്വതങ്ങൾ നിഷേധിച്ച, പർവ്വതങ്ങൾ ഏറ്റെടുക്കാൻ ഭയപ്പെട്ട അമാനത്തുണ്ടല്ലോ, ഭൂമിയും ആകാശവും ഏറ്റെടുക്കാൻ ഭയപ്പെട്ട അമാനത്തുണ്ടല്ലോ. ആ അമാനത്തതാ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനതാ ഏറ്റെടുക്കുകയാണ്. ഇന്നഹു കാന സലൂമൻ ജഹൂലാ. അല്ലാഹുവിന്റെ വാചകം അങ്ങനെയാണ്. മനുഷ്യൻ വിഡ്ഢിയാണ്, മനുഷ്യൻ വിഡ്ഢിയാണ്, അവിവേകിയാണ്. ഇന്നഹു കാന സലൂമൻ ജഹൂലാ. ഈ പർവ്വതങ്ങളും ആകാശങ്ങളും ഭൂമിയും ഒക്കെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച, അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യ, ഇന്നഹു കാന സലൂമൻ ജഹൂലാ, നീ വിഡ്ഢിയാണ്, അവിവേകിയാണ്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? എല്ലാ മനുഷ്യന്മാരും വിഡ്ഢികളാണെന്നല്ല, എല്ലാ മനുഷ്യന്മാരും അവിവേകികളാണെന്നല്ല. മറിച്ച് ഖുർആൻ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ വാചകം വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, നിങ്ങളിതാ ഏറ്റവും നല്ല ആദരണീയരാണ്, നിങ്ങൾ മാന്യന്മാരാണ് എന്ന് അല്ലാഹ് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞതോ ഏറ്റവും വലിയ വിഡ്ഢികളാണ്, അവിവേകികളാണ് മനുഷ്യന്മാരെന്ന് പറയാനുള്ള കാരണം അത് എല്ലാ മനുഷ്യന്മാരും വിഡ്ഢികളല്ല, എല്ലാ മനുഷ്യന്മാരും അവിവേകികളല്ല. മറിച്ച് അല്ലാഹുവിങ്കൽ നിന്ന് ഏറ്റെടുത്ത അമാനത്തുണ്ടല്ലോ, ആ അമാനത്തിൽ വീഴ്ച വരുത്തിയാൽ, ആ അമാനത്തിൽ പോരായ്മയുണ്ടായാൽ, മനഃപൂർവ്വം വീഴ്ച വരുത്തിയാൽ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി, അവനാണ് ഏറ്റവും വലിയ അവിവേകി എന്ന് ഖുർആൻ. നമ്മൾ മനസ്സിലാക്കണം. ഏതാണ് സഹോദരങ്ങളെ അല്ലാഹുവിങ്കൽ നിന്ന് ഞാനും നിങ്ങളും ആകുന്ന മനുഷ്യ സമൂഹം ഏറ്റെടുത്ത അമാനത്ത് ഏതെന്നറിയോ? ആ അമാനത്ത് ഞാനും നിങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് ഈ ദുനിയാവിലേക്ക് നമ്മളൊക്കെ കടന്നു വരുന്നതിന് മുൻപേ തന്നെയാണ്. എപ്പോ? പല വിശദീകരണങ്ങളുമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഒന്ന് ആലമുൽ അർവാഹിലാണ്. ഈ ഭൂമി ലോകത്ത്, ഈ പ്രപഞ്ചത്തിലതാ മനുഷ്യന് ആ അല്ലാഹു ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരെയും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച മുഴുവൻ മനുഷ്യന്മാരുടെയും റൂഹുകളെ പടച്ച റബ്ബിദാ ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനത്തെ ഒരു ലോകത്തിനാണ് ആലമുൽ അർവാഹി എന്ന് പറയുന്നത്. ആ ഒരു ലോകത്ത് വെച്ചാണ്, ആ
വേറൊരു ലോകത്തെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നുണ്ട്. അതല്ല ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാനും നിങ്ങളും ഒരു നുത്തുഫയായി ഇന്ദ്രിയത്തുള്ളിയായി കടന്നു ചെന്ന് അവിടെ നിന്നതാ ഒരു മനുഷ്യരൂപമായി, അതല്ലെങ്കിൽ ജീവൻ നൽകാൻ വേണ്ടി, റൂഹ് ഊതാൻ വേണ്ടി അല്ലാഹുവിന്റെ മലക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ സമയത്ത് മലക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന അല്ലാഹുവിന്റെ ചോദ്യമായി അല്ല ഏൽപ്പിച്ച പടച്ച റബ്ബ് ഉത്തരവാദിത്വപ്പെടുത്തിയ മലക്കഥ എന്റെയും നിങ്ങളുടെയും റൂഹിനോട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യ സമൂഹം, നമ്മുടെയൊക്കെ റൂഹത അവിടെ വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്, ബലാ ഖദ് ശഹീദ്നാ, അതേ റബ്ബേ നീ തന്നെയാണ്, ബലാ ശഹീദ്നാ ഖാലൂ ബലാ ശഹീദ്നാ, നീ തന്നെയാണ് റബ്ബേ. ഇത് ഞാൻ പറഞ്ഞതാണ്, ഇത് നിങ്ങൾ പറഞ്ഞതാണ്. ലോകത്ത് കടന്നു വന്ന ഏതൊക്കെ മനുഷ്യരുണ്ടോ, അതേത് മതത്തിൽപ്പെട്ട മനുഷ്യന്റെ മക്കളാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെ മക്കളാവട്ടെ, ഈ ലോകത്ത് കടന്നു വന്ന ഹൈന്ദവന്റെ മക്കളായാലും ക്രൈസ്തവന്റെ മക്കളായാലും യഹൂദിയുടെ മക്കളായാലും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും മക്കളായാലും അവരൊക്കെയും റബ്ബിനോട് റബ്ബിന്റെ മാലാഖയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ബലാ ശഹീദ്നാ, അതേ റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. എങ്കിൽ സഹോദര, അല്ലാഹുവാണ് റബ്ബെന്നും ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നും ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നും ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നമുക്ക് ജീവൻ രൂപപ്പെട്ട ആ സമയത്ത് അല്ലാഹുവോട് നാം സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റബ്ബിങ്കൽ നിന്നുള്ള അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ അമാനത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല, ആ അമാനത്തിൽ മനഃപൂർവ്വം വീഴ്ച വരുത്താൻ പാടില്ല. എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഒരു വിശ്വാസി നിർബന്ധമായും 17 തവണ നെഞ്ചത്ത് കൈവച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ പ്രഖ്യാപനം നടത്തുന്ന മുസ്ലിമേ, ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും, ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ജീവിതത്തിൽ എന്ത് സന്തോഷങ്ങൾ വന്നാലും ആ റബ്ബിനെ മറക്കല്ല, ആ റബ്ബിനെ മറക്കാൻ പാടില്ല. കാരണം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി അല്ല പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹനെ ആരാധിക്കാൻ വേണ്ടിയാ. മനുഷ്യരെ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും വിളിച്ച് അല്ലാഹുവിന്റെ വാചകം ഖുർആനിലുണ്ടെങ്കിൽ, ഇതാണ് തൗഹീദെങ്കിൽ, അല്ലാഹുവോട് മാത്രം ആരാധിക്കുക, പടച്ച റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക, ഇതാണ് തൗഹീദെങ്കിൽ, ഇതിന് നേരെ വിപരീതമാണ് ശിർക്ക്, ഇതിന്റെ നേരെ വിപരീതമാണ് ശിർക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് ഇന്നാളുടെ കഴിവാണ്, ഇന്ന ശക്തിയുടെ കഴിവാണ്, ഇന്ന വ്യക്തി കാരണത്താലാണ് എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ അല്ലാഹുവല്ലാത്തവരിലേക്ക് അഭയം തേടുമ്പോ അത് ശിർക്കാണ്. ആ ശിർക്ക് റബ്ബ് പൊറുക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ അമാനത്ത്. ഇതാണ് ഒന്നാമത്തെ അമാനത്ത്, അല്ലാഹുവിങ്കൽ നിന്ന് മനുഷ്യരെ നമ്മളൊക്കെ ഏറ്റെടുത്ത ഒന്നാമത്തെ അമാനത്ത്. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം തൗഹീദിന്റെ വിഷയമൊക്കെ കൃത്യമായി അറിയുന്നവരും മനസ്സിലാക്കിയവരും ഒക്കെയാണ് നാം. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നവരും ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ശരി അത് റബ്ബല്ലാത്തവരിൽ നിന്ന് വരില്ല എന്നുറച്ച് വിശ്വസിക്കുന്നവരുമാണ് നാം. അതുകൊണ്ട് തന്നെ ആ വിഷയം, ആ ഭാഗം അവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നാം ഏറ്റെടുത്ത ഒന്നാമത്തെ അമാനത്ത് അത് പടച്ച റബ്ബിങ്കിൽ നിന്നുള്ള അമാനത്താണ്. ആ അമാനത്താകട്ടെ, അല്ലാഹുവേ നീ മാത്രമാണ് ആരാധ്യൻ, നീയാണ് റബ്ബ് എന്ന ഏറ്റവും വലിയ അമാനത്താണ്. രണ്ടാമത്തെ അമാനത്ത് സഹോദര, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലി. രണ്ട് കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം. ആ
രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാലത്തും വഴിപിഴക്കുകയില്ല. ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. മറ്റൊന്ന് വസുന്നത്തു റസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ വിശദീകരണമാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ വിശദീകരണമാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അതുകൊണ്ട് തന്നെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഒരുപോലെ അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വാചകമല്ലേ. അല്ലാഹുവും അവന്റെ പ്രവാചകൻ ഒരു കാര്യത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ, ഒരു മുഅ്മിനായ ആണിനും ഒരു മുഅ്മിനായ പെണ്ണിനും പാടില്ല സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കാൻ, സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല. കാരണം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അതേറ്റവും വലിയ വഴികേടാണ്. അത് അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും എതിര് നിൽക്കലാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നത് പോലെ തന്നെ അതിന്റെ വിശദീകരണമായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തും അംഗീകരിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ കുറെ ആളുകളെ, ഞങ്ങൾ ഖുർആനിന്റെ അധികാരാണ്, പക്ഷേ അവരുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയപ്പെടുകയും ഖുർആൻ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, സുന്നത്ത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ പിഴച്ചവാദികളായ ഒരു വിഭാഗം ആളുകൾ ജീവിക്കുമ്പോ അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഈ വാചകം. എങ്കിൽ സഹോദര, വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് രണ്ടും റസൂലുള്ളാഹി നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അത് രണ്ടും നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. അതിൽ വീഴ്ച വരുത്താൻ ഒരു മുസ്ലിമിന് പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ അമാനത്താണ് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, മനുഷ്യന്മാർ പരസ്പരമുള്ള അമാനത്താണ്. മനുഷ്യന്മാർ പരസ്പരമുള്ള അമാനത്ത് അതെത്ര ചെറുതായാലും ശരി, അതെത്ര വലുതായാലും ശരി, മനുഷ്യർ പരസ്പരമുള്ള അമാനത്ത് അത് കൃത്യമായി നിർവഹിച്ചേ പറ്റൂ. ഫഇൻ അമിന ബഅദുകും ബഅദാ ഫല്യുഅദ്ദില്ലദി അത്മിന അമാനത വല്യത്തഖില്ലാഹ റബ്ബഹു. ഖുർആനിദാ സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വാചകത്തിൽ കടവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ വാചകം ഇങ്ങനെയാണ്: ഫഇൻ അമിന ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളെ എന്തെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ അമാനത്തിന്റെ വിഷയത്തിൽ കൃത്യമായി നിങ്ങൾ നിറവേറ്റണം. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. നോക്കൂ, നിങ്ങൾ ഒരുപാട് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസുകൾ കാണാൻ കഴിയും. കാരണം മനുഷ്യരെ, നിങ്ങൾ പരസ്പരം ഏറ്റെടുത്ത ഉത്തരവാദിത്തമുണ്ട്. ഓരോ മനുഷ്യന്മാരും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. കാരണം കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഭരണത്തിൻ കീഴിലെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഓരോരുത്തരെ സംബന്ധിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ അല്ലാഹുവിനോട് മറുപടി പറയണം. ഒരു ഭരണാധികാരി റസൂലുള്ളാഹി ഇങ്ങനെ ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. അൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഅയതിഹി. ഒരു നേതാവ്, ഒരു ഇമാമ്, അയാള് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ വരും. അയാളോട് ചോദിക്കും, ഒരു നേതാവിനോട് ചോദിക്കും, ഒരു ഇമാമിനോട് ചോദിക്കും, ഒരു മുതലാളിയോട് ചോദിക്കും, നിന്റെ കീഴിൽ ജോലിയെടുത്തവർ, നിന്റെ അനുയായികളായിട്ടുണ്ടായവർ, നിന്റെ ഭരണത്തിൻ കീഴിൽ ജീവിച്ച ആളുകൾ, അനുയായികൾ, അവരോടുള്ള നിന്റെ പെരുമാറ്റം എങ്ങനെ? അവരുടെ ജീവിതത്തിൽ നീ എന്ത് സൂക്ഷ്മതയാണ് കാണിച്ചത്? അവരുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നീ എന്ത് കാര്യങ്ങളാണ് ചെയ്തത്? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. തീർന്നില്ല. വറജുലു റാഇൻ ഫീ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഅയതിഹി. ഒരു ഭർത്താവിനോട് റബ്ബിന്റെ ചോദ്യമുണ്ടാകും പരലോകത്ത്. ഭർത്താവ് വീട്ടിന്റെ ഭരണാധികാരിയാണ്. ആ വീട്ടിലുള്ള മുഴുവൻ മെമ്പർമാരെ കുറിച്ചും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാവും.
മക്കൾക്ക് നൽകിയ വിദ്യാഭ്യാസം, മക്കളെ വളർത്തുന്നതിൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ, ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, ഇങ്ങനെ ഓരോന്നും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ വളരെ കൃത്യമായി ചോദ്യം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. മക്കളോടുള്ള പെരുമാറ്റം മാത്രമല്ല, ഭാര്യമാരോടുള്ള കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നതും ഭർത്താക്കന്മാരെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ ഇണകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാ. നാട്ടുകാരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറ്റം, നാട്ടുകാരോടൊക്കെ കൂട്ടുകാരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ. വീട്ടിലേക്ക് വന്നാൽ തന്നെ കാത്തിരിക്കുന്ന ഒരുവളുണ്ടല്ലോ അവിടെ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോ ദേഷ്യത്തോടുകൂടി നോക്കുന്നവൾ, ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നവൻ, ദേഷ്യത്തോടുകൂടി നോക്കുന്നവൻ, അങ്ങനെ മോശമായി പെരുമാറുന്നവനാണെങ്കിൽ അവൻ മോശമാണ്, ഏറ്റവും വലിയ മോശക്കാരനാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരാ, മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാര്യമാരോട് ഉത്തരവാദിത്വമുണ്ട്. നീ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം അവളെ കഴിപ്പിക്കണം. നീ നല്ല വസ്ത്രം ധരിച്ചാൽ ആ നല്ല വസ്ത്രം അവളെയും ധരിപ്പിക്കണം. അതുപോലെ തന്നെ അവളെ മുഖത്തടിക്കരുത്, അവളെ വേദനിപ്പിക്കരുത്. അകാരണമായി നീ കാരണം അവൾ കരയരുത്. കാരണം എന്താണെന്നറിയുമോ? അല്ലാഹുവിനെ സാക്ഷിയാക്കി നീ ഏറ്റെടുത്ത പുരുഷ, ഭർത്താക്കന്മാരെ ആലോചിക്കണം ഈ ഹദീസ്. അല്ലാഹുവിനെ സാക്ഷിയാക്കി നീ ഏറ്റെടുത്ത അമാനത്താണ് നിന്റെ ഭാര്യ. ഇന്നമാ അഖദതുമുഹുന്ന ബിഅമാനത്തില്ലാ, അല്ലാഹുവിനെ സാക്ഷിയാക്കി ബിസ്മില്ലാ എന്ന വാചകം ഉച്ചരിച്ച് ആ പെണ്ണിന്റെ വലിയന്റെ കൈ പിടിച്ച് നീ ഏറ്റെടുത്ത അമാനത്താണ് നിന്റെ ഭാര്യ. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അതേ റബ്ബിന്റെ നാമത്തിൽ നീ ഏറ്റെടുത്ത കാരണത്താലാണ് അവളുടെ ലൈംഗികാവയവം നിനക്ക് അനുവദിക്കപ്പെട്ടത്. അതുകൊണ്ട് അവളോട് മാന്യമായി പെരുമാറണം, അവളോട് മാന്യമായി പെരുമാറണം. അവളോടുള്ള പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നീ സമാധാനം പറയണം. തീർന്നില്ല. പെണ്ണേ, ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങളും വീട്ടിലെ ഭരണാധികാരി, ഫീ ബൈത്തി സൗജിഹ, അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. നോക്കൂ നിങ്ങൾ, ആരാണ് ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ? ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. ഓർക്കുക, വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ, ആ വീട്ടിലെ ഓരോ മെമ്പർമാരെ കുറിച്ചും അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഉത്തരവാദിത്വം, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെയൊക്കെ കൃത്യമായിട്ടിതാ നിന്നോട് നീ ചോദ്യം ചെയ്യപ്പെടും. നിന്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റം, നിന്റെ മക്കളോടുള്ള പെരുമാറ്റം, നിന്റെ വീട്ടിൽ കൃത്യമായ രൂപത്തിൽ സമാധാനമുണ്ടാക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്? അതല്ല, സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിന്റെ പെരുമാറ്റത്തിലുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമുണ്ടാകും. തീർന്നില്ല. ഏത് സമയത്ത് നിന്റെ ഭർത്താവ് നിന്നെ വിളിച്ചാലും, എത്രത്തോളം നീ അടുക്കളയിലാണെങ്കിൽ പോലും ആ ഭർത്താവ് വിളിച്ചാൽ ചെല്ലൽ, ആ ഭർത്താവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കൽ നിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ എത്രത്തോളം ബാധ്യതയുണ്ട് ആ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കണം. തീർന്നില്ല. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഓരോരുത്തരുടെയും അമാനത്താണ്, ഓരോ ഉമ്മയുടെയും ഉപ്പയുടെയും അമാനത്താണ് മക്കൾ. ആരാണ് മക്കൾ? ആ മക്കളോടുള്ള ഉത്തരവാദിത്വം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു ഇതാ വിളിക്കുകയാണ് സൂറത്തു തഹ്രീമിലൂടെ, ഹേ വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ കത്തിയാടുന്ന മനുഷ്യരും കല്ലുകളും കത്തിയാടുന്ന ആ നരകാഗ്നിയുണ്ടല്ലോ, ആ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് ഇസ്ലാമികമായ രൂപം നൽകണം, മതബോധം നൽകണം. അതല്ല, മക്കള് തോന്നിയാസം കാണുന്നത് കണ്ടിട്ട്, മക്കള് തോന്നിയാസത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഒരു ഉമ്മയും ഉപ്പയും തടയുന്നില്ലെങ്കിൽ, ആ രൂപത്തിൽ വീട്ടിൽ കുടുംബത്തിൽ അശ്ലീലമായ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടിട്ട്, ഹറാമായ കാര്യങ്ങൾക്കുള്ള അവസരം ചെയ്തു കൊടുത്തിട്ട് ഒരു ഉപ്പയും ഉമ്മയും തടയുന്നില്ലെങ്കിൽ, ആ ഉമ്മയെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചൊരു പേരെന്താണെന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ
ഏറ്റവും വലിയ നികൃഷ്ടവാനായ ഒരു മനുഷ്യനാരെന്നറിയുമോ? അവൻ സ്വന്തം കുടുംബം ആ രൂപത്തിൽ ഹറാമായ കാര്യത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടും അതിന് തടസ്സം നിൽക്കാതെ, അതിനെ തടയാതെ തോന്നിയ രൂപത്തിൽ വിട്ടവനാണ്. മനസ്സിലാക്കണം, പ്രായപൂർത്തിയായ പെൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ ആ പെൺമക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോ കേവലം അവരുടെ ശരീരം മറച്ചാൽ പോരാ. ചില ആളുകൾ അങ്ങനെയാ മനസ്സിലാക്കിയത്. ശരീരം മറച്ചാൽ മാത്രം പോരെ, അതേതെങ്കിലും തുണി കൊണ്ട് മറച്ചാൽ പോരെ, ഏതെങ്കിലും ഡ്രസ് കൊണ്ട് മറച്ചാൽ പോരെ. അതുകൊണ്ട് മാർക്കറ്റിലിറങ്ങുന്ന ഓരോരോ ഫാഷൻ അനുസരിച്ച ഡ്രസ് എന്റെ ഭാര്യ ധരിക്കണം, എന്റെ പ്രായപൂർത്തിയായ പെൺമക്കൾ ധരിക്കണം, എന്റെ സഹോദരി ധരിക്കണം. എന്നിട്ട് അവളെയും കൊണ്ട് മാർക്കറ്റിലൂടെ ഞാൻ പോകുമ്പോ, അവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് ഞാൻ പോകുമ്പോ, അവളെയും കൊണ്ട് പാർക്കിലേക്ക് പോകുമ്പോ, അവളെയും കൊണ്ട് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുമ്പോ അവളെ മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കണം. അവളുടെ ഭംഗി കണ്ട്, അവളുടെ വസ്ത്രം കണ്ട്, ആ വസ്ത്രത്തിന്റെ ഭംഗി, അവളുടെ ഭംഗി കണ്ട് മറ്റുള്ളവർ ആനന്ദിക്കണമെന്ന് കരുതുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, ഏതെങ്കിലും പിതാക്കന്മാരുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നീചമായ ശിക്ഷ നിങ്ങൾക്കായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതാ ശക്തമായ താക്കീത് നൽകുകയാണ്. തീർന്നില്ല. ഒരു തൊഴിലാളിക്ക് അമാനത്തുണ്ട് അവന്റെ മുതലാളിയോട്. ഒരു തൊഴിലാളിക്ക് അവന്റെ മുതലാളിയോട് ബാധ്യതയുണ്ട്, കടമയുണ്ട്. എന്താണത്? എനിക്ക് ജോലി തന്ന കമ്പനി, എനിക്ക് സാലറി തരുന്ന കമ്പനി, ആ കമ്പനിയുടെ മുതലാളിയോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ ഏറ്റെടുത്ത അമാനത്താണെങ്കിൽ അവിടെ വീഴ്ച വരുത്താതെ കൃത്യമായി ഞാൻ മുന്നോട്ട് പോവാൻ കഴിയണം. ഇതൊക്കെ സഹോദരങ്ങളെ ഇങ്ങനെ ഓരോന്നായി ഓരോ വിഷയത്തിൽ ഒരു മുസ്ലിം പാലിക്കേണ്ട കൃത്യമായ ഉത്തരവാദിത്വമതാ വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങളോട് മാത്രമല്ല കേട്ടോ ഇത് പറയുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിമീങ്ങളോട് മാത്രമല്ല അമാനത്തിന്റെ കാര്യത്തിൽ പോയി പിന്നെ കൃത്യത വരുത്തേണ്ടത്, മറിച്ച് അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും, മുസ്ലിമല്ലാത്തവരാണെങ്കിൽ പോലും അവരിൽ നിന്നും എന്തെങ്കിലും അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ അമാനത്തിലും കൃത്യമായ രൂപത്തിൽ പൂർത്തീകരണം വരുത്തണം, സൂക്ഷ്മത പാലിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി എന്താണ് ആദ്യം ചെയ്തതെന്നറിയുമോ? അലിയാരെ തങ്ങളെ തന്റെ വിരിപ്പിൽ വിരിച്ച് വിളിക്കുകയാണ്, കിടത്തുകയാണ്. അതിനു മുൻപായി തന്നെ ഏൽപ്പിച്ചൊരുപാട് സൂക്ഷിപ്പ് സ്വത്തുക്കളുണ്ട്. അതൊക്കെ അലിയാര് തങ്ങളുടെ കയ്യിൽ കൃത്യമായി ഏൽപ്പിക്കുകയാണ്. എന്തിനെ? ഞാൻ നാട് വിട്ടു പോകാൻ പോവുകയാണ്. ആരുടെ സൂക്ഷിപ്പ് സ്വത്താ? തന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന, തന്നെ കല്ലെറിഞ്ഞ, തന്നെ ആക്രമിച്ച അമുസ്ലിമീങ്ങളായ ശത്രുക്കളായ മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ, ആ പ്രവാചകൻ അല്ല മീനാണെന്ന് മനസ്സിലാക്കിയവർ, മുഹമ്മദ് അന്നമീനാണെന്ന് മനസ്സിലാക്കിയവർ ഏൽപ്പിച്ച കുറെ സ്വത്തുണ്ട്. ആ സ്വത്തൊക്കെ അതേതായാലും എന്നെ ഈ നാട്ടുകാരെ പുറത്താക്കാണ്, ഞാൻ എവിടേക്കെങ്കിലും മദീനയിലേക്ക് രക്ഷപ്പെടാനല്ലോ, അതുകൊണ്ട് ഇവര് കാരണമാണല്ലോ ഞാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവരോട് ബാധ്യതയില്ല എന്നല്ല, മറിച്ച് ഏൽപ്പിക്കപ്പെട്ട മുഴുവൻ സ്വത്തും മുഴുവൻ സൂക്ഷിപ്പ് സ്വത്തും കൃത്യമായി അവരെ തിരിച്ചേൽപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഹദ്ദസ الرجل الحديث ثم التفت فهي أمانة. മനസ്സിലാക്കണം, രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം ചില രഹസ്യങ്ങൾ പറഞ്ഞു. പരസ്പരം ചില രഹസ്യങ്ങൾ പറഞ്ഞു. അവരങ്ങനെ പിരിഞ്ഞു പോകുമ്പോ നീ അത് സൂക്ഷിച്ചു വെക്കണം. നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഫഹിയ അമാന, അത് അമാനത്താണ്. നോക്കൂ, നിങ്ങൾ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും അപ്പുറത്തേക്ക് ഷെയർ ചെയ്യുന്നവർ, അതേപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പുകളിലേക്ക് അയക്കുന്നവർ, അവസാനം തിരിച്ചെത്തുമ്പോ അതിന്റെ അടിസ്ഥാനം പോലും ഒരു പക്ഷേ ബാത്തിലായിരിക്കും, അല്ലേ? എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും അപ്പോഴേക്കും മറ്റൊരുത്തന്
എന്താണ് ഇതിന്റെ അസുഖം നോക്കൂല. അപ്പോഴേക്കും ഷെയറോട് ഷെയർ പാടില്ല ഒരു മുസ്ലിമേ. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഇന്ന മിൻ അഅ്ളമിൽ അമാന ഇൻദല്ലാഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും മഹത്വമേറിയ ഏറ്റവും ഗൗരവമേറിയ അമാനത്തേതെന്നറിയുമോ? അർറജുലു യുഫ്ലി ഇലാ ഇംറഅതിഹി വതുഫ്ലി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. ഇന്നലെ രാത്രി തന്റെ ഭാര്യയുമായിട്ട് അവൻ ഇണചേരുകയാണ്. ആ ഇണചേർന്ന കാര്യം ഇതാ തന്റെ കൂട്ടുകാരോട് ആ രഹസ്യം പങ്കുവെക്കുന്നവനാ. കുടുംബജീവിതത്തിലെ രഹസ്യ ജീവിതം, ആ രഹസ്യ ജീവിതം മറ്റൊരുത്തിയുമായി പങ്കുവെക്കുന്നവരുണ്ടല്ലോ, അവർ നാളെ പരലോകത്തെ അല്ലാഹുവിങ്കൽ നടത്തുന്ന ഏറ്റവും വലിയ അമാനത്ത് ലംഘനമാണെന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സഹോദരങ്ങളെ ഒരുപാട് വിശദീകരിക്കാറുണ്ട്. നാം മനസ്സിലാക്കണം, അമാനത്തിന്റെ വിഷയം ഇത്ര ഗൗരവമാണെങ്കിൽ ഇന്നിന്റെ അവസ്ഥ എന്താ? അമാനത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുർഫഉൽ അമാന, അമാനത്ത് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലം, ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചൊരാളെ കൂടെ നിർത്താൻ കഴിയുന്നില്ല, വിശ്വസിച്ചൊരാളെ ജോലിക്ക് നിർത്താൻ കഴിയുന്നില്ല, വിശ്വസിച്ചൊരാളോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരും പരസ്പരം ചതിക്കുകയാണ്, എല്ലാവരും പരസ്പരം വഞ്ചിക്കുകയാണ്. മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് ഒറിജിനലാണെന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്ന ആളുകളില്ലേ? അതേപോലെ തന്നെ ഭക്ഷണത്തിൽ പോലും മായം കലർത്തുന്നവരില്ലേ? അങ്ങനെ ഇങ്ങനെ എല്ലാ രൂപത്തിലും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, മാതാപിതാക്കളെ മക്കൾ, അങ്ങനെ സമൂഹത്തിലാരൊക്കെയുണ്ടോ അവരെല്ലാവരും ഇതാ പരസ്പരം ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ഇങ്ങനെ അമാനത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം വന്നാൽ ഓർക്കുക, അത് ഖിയാമത്തിന്റെ അടയാളം. റസൂലുള്ള മറ്റൊരിക്കൽ പറഞ്ഞു, അവ്വലു മാ തഫ്കിദൂന മിൻ ദീനികുമുൽ അമാന വആഖിറു മാ യബ്ഖ അസ്സലാ. മനുഷ്യരെ, നിങ്ങളുടെ ദീനിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെടുന്നത് അമാനത്തായിരിക്കും, അവസാനമായി നഷ്ടപ്പെടുക നമസ്കാരമായിരിക്കും. അഥവാ നിസ്കരിക്കുന്നവരാ 5 നേരം പള്ളിയിൽ പോകുന്നവരാ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ 5 നേരം നിസ്കരിക്കുന്നവരിൽ അമാനത്തിന്റെ വിഷയം വന്നാൽ അവർ പിറകിലായിരിക്കും. മറ്റൊരിക്കൽ റസൂലുള്ളാഹി വളരെ ദീർഘമായ ഒരു ഹദീസ് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഞാനതിന്റെ ആശയം മാത്രം സൂചിപ്പിക്കുകയാണ്. സുദീർഘമായ ഒരു ഹദീസാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഹദീസുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. 2 ഹദീസുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഖദ് റഅയ്തു അഹദുഹുമാ വഅന അൻതളിറുൽ ആഖിർ. ആ 2ൽ ഒന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. മറ്റേത് വഅന അൻതളിറുൽ ആഖിർ, മറ്റേത് ഞാൻ ഇതാ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഹദ്ദസനാ റസൂലുള്ളാഹി ഞങ്ങളോട് പറയുകയാണ്, അന്നൽ അമാനത നസലത് ഫീ ജസ്രി ഖുലൂബിൽ റിജാൽ. അമാനത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നിങ്ങളുടെ ഹൃദയത്തിൽ ജന്മനാ ഉണ്ടാകുന്ന ഒന്നാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, സുമ്മ നസലൽ ഖുർആൻ ഫഅലിമു മിനൽ ഖുർആൻ വഅലിമു മിനസ് സുന്ന. എന്നിട്ട് ഇതാ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് ആ ഖുർആനിൽ നിന്നും ആളുകൾ ഖുർആൻ പഠിക്കുകയാണ്, സുന്നത്താളുകൾ പഠിക്കുകയാണ്. അങ്ങനെ ഇതാ സുമ്മ ഹദ്ദസനാ അൻ റഫഇൽ അമാന. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞത് അമാനത്തിനെ കുറിച്ചാണ്. ആ അമാനത്തതാ ഉയർന്നു പോകും, ആ അമാനത്ത് ഇല്ലാതെയായി തീരും. ഏതുപോലെ ഒരാളിതാ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ മനുഷ്യൻ, ആ മനുഷ്യൻ പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിലതാ ഒരു തീപ്പൊള്ളലേറ്റ ഭാഗമുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തീപ്പൊള്ളലേറ്റാൽ ഒരു ചെറിയ കറുത്ത പാടുണ്ടാകുമല്ലോ. ആ കറുത്ത പാട് പോലെ മാത്രം അവശേഷിക്കുന്ന ഒരു കാലം തീർന്നില്ല. വീണ്ടും അയാൾ ഉറങ്ങുകയാണ്. അയാൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പിന്നെ അയാളിൽ ഉണ്ടാകുന്ന അമാനത്ത് എത്രത്തോളമാണെന്നറിയുമോ? അവന്റെ കാലിലേക്കൊരു തീക്കട്ട വീഴുകയാണ്. ഒരു കാലിലേക്ക് തീക്കട്ട വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ചെറിയ പോളം വരില്ലേ? ആ പോളം ഇങ്ങനെ കാണുമ്പോ ആ പോളം ഇങ്ങനെ കാണുമ്പോ നീ വിചാരിക്കും അതിങ്ങനെ വീർത്ത് നിൽക്കുകയാണെന്ന്. വലൈസ ഫീഹി ശൈ, എന്നാൽ അതിന്റെ അകത്ത് ഒന്നുമില്ല.
ഇങ്ങനെ ആളുകൾ അവനുമായി ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കും, അവരാരും തന്നെ അമാനത്ത് പാലിക്കുന്നവരല്ല. ഫയുഖാൽ, ആ സമയത്തിതാ പറയപ്പെടുകയാണ്, ഇന്ന ഫീ ബനീ ഫുലാനിൻ റജുലൻ അമീനാ, അവിടെ നിന്ന് പറയപ്പെടുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന ഗോത്രത്തിൽ ഒരു മനുഷ്യനുണ്ട്, അയാൾ നല്ല അമാനത്ത് കൃത്യമായി നിറവേറ്റുന്ന ആളാണ്, അയാൾ വിശ്വസ്തനാണ്. വയുഖാലു ലിർറജുൽ മാ അജ്ലദഹു മാ അദ്റഫഹു മാ അഖലഹു മാ അഖലഹു, അയാളെ കുറിച്ച് വീണ്ടും പറയപ്പെടുകയാണ്, അയാൾ വലിയ ബുദ്ധിമാനാണ്, എന്തൊരു ക്ഷമാശീലനാണ്, വലിയ ശക്തിയുള്ള മനുഷ്യനാണ്. എന്നാൽ വാസ്തവത്തിൽ വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, അവന്റെ ഹൃദയത്തിൽ ഒരൽപ്പം പോലും ഈമാൻ അവശേഷിക്കുകയില്ല. ആരുടെ ഈമാൻ മൊത്തം നഷ്ടപ്പെട്ട സമയത്തതാ ഒരു മനുഷ്യനിൽ ഈമാനുണ്ടെന്നും അവൻ അമാനത്ത് കൃത്യമായി നിറവേറ്റുന്നവനാണെന്നും അവൻ വിശ്വസ്തനാണെന്നും അവൻ ക്ഷമാശീലനാണെന്നും അവൻ ബലമുള്ളവനാണെന്നൊക്കെ ആളുകൾ പരസ്പരം പറയപ്പെടുന്ന, അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരാളുണ്ടല്ലോ, അയാളെ കുറിച്ചാണ് ഈ പറയുന്നത്. വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഈമാൻ ഒരൽപ്പം പോലും ബാക്കിയാവുകയില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പറയണോ? ഏറ്റവും വലിയ അമാനത്ത് സൂക്ഷിക്കുന്നവൻ, ഈമാനുള്ളവൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ ആളുകൾക്കിടയിൽ വലിയ മനുഷ്യനായി, ബുദ്ധിയുള്ളവനായി, ക്ഷമാശീലനായി ഒക്കെ ആളുകൾക്കിടയിൽ പരിചയപ്പെടുത്തുന്ന ആളുകൾ പരസ്പരം ഇന്ന നാട്ടിലൊരു മനുഷ്യനുണ്ട് എന്ന് അത്ഭുതത്തോടുകൂടി പറയുന്ന ആ മനുഷ്യനെ കുറിച്ചായി പറയണത്, അയാളിൽ ഈമാൻ ഒരു തരിമ്പ് പോലും ബാക്കിയാകില്ല. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾ കാണുന്നില്ലേ, പത്രത്തിലൊക്കെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഇന്ന കളഞ്ഞു കിട്ടിയ വസ്തു തിരിച്ചേൽപ്പിച്ച് ഓട്ടോ ഡ്രൈവർ മാതൃകയായി, റോഡിൽ നിന്നും സ്വർണത്തിന്റെ ഒരു കവർ കിട്ടി, അതിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ ഏൽപ്പിച്ച് അയാൾ മാതൃകയായി. അപ്പോഴേക്കും പത്രത്തിൽ അയാളുടെ ഫോട്ടോ വന്ന്, അത് തിരിച്ചു കൊടുക്കുന്ന ഫോട്ടോ വന്ന്, വാട്സപ്പുകൾ ഷെയർ ചെയ്യാൻ മത്സരിക്കുന്നു. ഫേസ്ബുക്കിൽ അയാളെ കുറിച്ചുള്ള അഭിനന്ദനങ്ങളാ. ആരെക്കുറിച്ച്? എന്തിനെക്കുറിച്ച്? ഏതോ ഒരു മനുഷ്യന്റെ വസ്തു ഇയാൾ കണ്ടപ്പോ അതെടുത്ത് അയാൾക്ക് കൊടുത്തു. അതിത്ര വലിയ കാര്യമായിട്ട് പറയണോ? വേണ്ടല്ലോ, ഇയാളുടേതല്ലോ, മറ്റൊരുത്തൻ്റെതല്ലേ. മറ്റൊരുത്തന്റെ വസ്തു അയാളെ കണ്ട് തിരിച്ചേൽപ്പിച്ചു എന്നത് ഒരു വലിയ മാതൃകയായി, വലിയ അടയാളമായി, വലിയ വിശ്വസ്തനായി ഇയാൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലം നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഒരുപക്ഷെ അയാളെ കുറിച്ച് നാട്ടിൽ പോയി അന്വേഷിച്ചാലേ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും, അയാൾ ഏറ്റവും മോശക്കാരനാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ലോ, പക്ഷേ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, മുനാഫിക്കിന്റെ സ്വഭാവമാണ് അമാനത്ത് നിറവേറ്റാതിരിക്കുക. മുനാഫിക്ക് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് എന്ന ഖുർആന്റെ വാചകം സൂറത്ത് നിസായിലെ 145-ാമത്തെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായ രൂപത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റെടുത്ത അമാനത്തിൽ വീഴ്ച വരുത്തിയാൽ, അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത്, ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും. നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം അവർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇവിടെ വെച്ചും അപമാനമാണ്. സുദീർഘമായ ഹദീസുകളാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ വെച്ച് മാത്രമല്ല, ഇനി പരലോകത്ത് തീർന്നില്ല. ഇന്നല്ലദീന യസ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലാ, അല്ലാഹുവോടുള്ള കരാറും അതേപോലെ തന്നെ സ്വന്തം ശപഥങ്ങളും തുച്ഛമായ വിലക്ക് വിൽക്കുന്നവരാരോ, ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരിയുമില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹുവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹ് അവരെ നോക്കുകയില്ല. വലാ യുസക്കീഹിം, അല്ലാഹ് അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, പറഞ്ഞതിന്റെ ചുരുക്കം, അമാനത്ത് അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ഓരോരുത്തർക്കും ഇടയിലുള്ള അമാനത്ത് അത് കൃത്യമായി ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചേ പറ്റൂ. ഒരു മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. അതല്ല അത്തരം അമാനത്തുകളൊക്കെ വളരെ കൃത്യമായി സൂക്ഷ്മത പാലിക്കാതെ അതൊക്കെ ഉയർത്തപ്പെടുന്ന ഒരു കാലം, അമാനത്ത് പരിപൂർണമായി നഷ്ടപ്പെടുന്ന ഒരു കാലം കണ്ടാൽ
ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും ഖിയാമത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു അവസരം അള്ളാഹു നൽകിയാൽ നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ എനിക്കും കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പുലർത്തി ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മിൽ പലരുടെയും ഉമ്മമാര്, ഉപ്പമാര്, കൂട്ടുകാര്, കുടുംബക്കാര്. അള്ളാഹുവേ, നീ അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നാഥാ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കാസർഗോഡുള്ള നമ്മുടെ ഒരു സജീവ ഇസ്ലാഹി പ്രവർത്തകനാണ് ജലീൽ എന്ന് പറയുന്ന നമ്മുടെ ഒക്കെ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പ്രയാസം, വേദന അനുഭവിക്കുകയാണ് എന്ന് നമ്മൾ അറിഞ്ഞു. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്നും നമ്മൾ അറിഞ്ഞു. എത്രയും പെട്ടെന്ന് അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ വേദനക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെയും അദ്ദേഹത്തെയും ഒക്കെ ഈമാനോടുകൂടി മരണപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.